യുഗാന്തവും യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയും. യേശുവയുടെ പ്രത്യാഗമനവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന യുഗാന്ത സന്ദേശങ്ങളുടെ മറ്റൊരു അധ്യായമാണിത്. മനോവ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളുടെ വിളംബരമാണ്. സത്യത്താൽ സ്വതന്ത്രരാകാനും ആ സത്യം പ്രചരിപ്പിക്കാനും യേശുവയുടെ പേരിൽ എല്ലാ ദൈവമക്കളെയും മനോവ ആഹ്വാനം ചെയ്യുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ നൽകുന്ന സന്ദേശങ്ങൾ മറ്റുള്ളവരെ കൂടി അറിയിക്കുവാനും ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുവഴി നിങ്ങൾക്കും യുഗാന്ത ശുശ്രൂഷയുടെ ഭാഗമാകാൻ സാധിക്കും. യേശുവയുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ പേര് വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. തൻ്റെ പ്രത്യാഗമനം വരെ ഓരോ ക്രിസ്ത്യാനിയും വിളിച്ചപേക്ഷിക്കേണ്ടതിനായി യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണിത്. ഓരോ ക്രിസ്ത്യാനിയും നിരന്തരം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ട 3 നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ക്രിസ്ത്യാനിയും ഈ പ്രാർത്ഥനയുടെ ശരിയായ അർത്ഥം വ്യക്തതയോടെ ഗ്രഹിക്കുകയും ഈ പ്രാർത്ഥനയിലെ നിയോഗങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും വേണം. മാത്രവുമല്ല, ഈ പ്രാർത്ഥനയെ അപ്രസക്തമാക്കാൻ സാത്താനും അവൻ്റെ സേവകരും നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആയതിനാൽ ഇന്ന് ഈ വിഷയം നാം പഠനവിധേയമാക്കുകയാണ്. എല്ലാ ക്രിസ്ത്യാനികൾക്കും പൊതുവായി അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന ഏക പ്രാർത്ഥന എന്ന നിലയിലും യേശുവ പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥന എന്ന നിലയിലും ഈ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. സുവിശേഷകരായ മത്തായിയും ലൂക്കായുമാണ് ഈ പ്രാർത്ഥന ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യാസത്തോടെയാണ് ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്ര പൂർണ്ണത ലൂക്കായുടെ സുവിശേഷത്തിൽ ദർശിക്കാൻ കഴിയില്ല. ചില വാക്കുകൾ ലൂക്ക രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതിന് കാരണം. ലൂക്ക ഇത് മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് പറയാൻ കഴിയില്ല. മറിച്ച് കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയപ്പോൾ ചില വാക്കുകൾ വിട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം. യേശുവ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ലൂക്കായുടെ സാന്നിധ്യത്തിൽ ആയിരുന്നില്ല. ശിഷ്യന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞതാണ് ലൂക്ക എഴുതിയത്. എന്നാൽ മത്തായി ആകട്ടെ യേശുവയിൽ നിന്ന് നേരിട്ട് കേട്ടത് എഴുതി. അതിനാൽ തന്നെ ആധികാരികമായി പരിഗണിക്കാൻ സാധിക്കുന്നത് മത്തായിയുടെ ലിഖിതമാണ്. അതിനർത്ഥം ലൂക്കായുടെ സുവിശേഷത്തിന് ആധികാരികത ഇല്ലെന്നല്ല. ലൂക്ക എഴുതിയതിൽ എന്തെങ്കിലും തെറ്റ് കടന്നുകൂടുകയോ അവൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആദ്യമായി നാം അറിഞ്ഞിരിക്കണം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട 3 നിയോഗങ്ങളിൽ ഒരു നിയോഗം വിട്ടുപോയി എന്നതാണ്. അതായത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നിന്ന് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന നിയോഗം വിട്ടുപോയി. അതുകൊണ്ട് തന്നെ യേശുവ പഠിപ്പിച്ച പ്രാർത്ഥന പൂർണ്ണതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിക്കാം. അതിനു മുമ്പ് ഈ പ്രാർത്ഥനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുവിനെക്കുറിച്ച് ചില പ്രാഥമിക അറിവുകൾ പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ എക്കാലത്തെയും ശത്രു സാത്താനാണ്. എന്തെന്നാൽ സാത്താൻ്റെ സാമ്രാജ്യത്വത്തെ അടിവേരോടെ പിഴുതെറിയാൻ ശക്തിയുള്ള ഏക പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ ഇടയിൽ അനേകം പ്രാർത്ഥനകൾ അവതരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ പ്രാർത്ഥനയെ പാർശ്വവൽക്കരിച്ചു. അമിത പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുന്ന വചനവിരുദ്ധമായ അനേകം പ്രാർത്ഥനകൾ ഇന്ന് ക്രൈസ്തവ സമൂഹങ്ങളിലുണ്ട്.
യഥാർത്ഥത്തിൽ ഇന്ന് ക്രൈസ്തവ സമൂഹങ്ങളിൽ, വിശിഷ്യ കത്തോലിക്ക സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ ഭൂരിഭാഗവും വചനവിരുദ്ധമാണ്. നന്മയുടെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇത്തരം പ്രാർത്ഥനകളിലേറെയും യേശുവായ്ക്ക് എതിരെയുള്ള വെല്ലുവിളികളാണെന്ന് നാം തിരിച്ചറിയണം. ലൗകികമായ നന്മകൾ മാത്രം ലക്ഷ്യം വെച്ചുള്ള നിവേദനങ്ങളായി ഇന്നത്തെ പ്രാർത്ഥനകളെല്ലാം അധപ്പതിച്ചിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ പ്രാർത്ഥനകളുമായി രംഗത്തിറങ്ങുന്ന വെളിച്ചപ്പാടുകൾ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ലൗകികമായ നേട്ടങ്ങൾക്കായുള്ള പ്രാർത്ഥനകളോടാണ് വിശ്വാസികൾക്ക് കൂടുതൽ ആഭിമുഖ്യം. വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെയൊരു അവസ്ഥ സൃഷ്ടിച്ചത് അവരുടെ നേതാക്കന്മാർ തന്നെയാണെങ്കിലും ഈ നേതാക്കന്മാരെ നയിച്ചത് സാത്താനാണ്. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസികളെ അകറ്റുന്നതിന് വേണ്ടിയാണ് സാത്താൻ അങ്ങനെ ചെയ്യുന്നത്. ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്ന് നോക്കുക. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം മിശിഹായിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ ദയനീയരാണ്. കോറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം 19 വാക്യം. അതായത് നവനാൾ പ്രാർത്ഥനയടക്കം ഇപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ നിർഭാഗ്യവാന്മാരായി അധപ്പതിക്കാനുള്ള പ്രാർത്ഥനകളാണ്. ലോകത്തോടുള്ള മൈത്രിയെക്കുറിച്ച് അപ്പസ്തോലനായ യാക്കോബ് നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 4 അധ്യായം 4 വാക്യം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് അപ്പസ്തോലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നു. യേശുവായും അപ്പസ്തോലന്മാരും നമുക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് ഇതാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ ഈ ലോക ജീവിതത്തിന് ആവശ്യമായത് ലഭിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനകളാണ് അഭിനവ ആചാര്യന്മാർ ഇന്ന് വിശ്വാസികൾക്ക് നിർമ്മിച്ചു നൽകുന്നത്. യേശുവ ഒരിക്കൽ പോലും ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെയും ഉപദേശിച്ചിട്ടുമില്ല. അവൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എപ്രകാരമായിരുന്നുവെന്ന് നോക്കുക. ലോകത്തിൽ നിന്ന് നീ എനിക്ക് നൽകിയവർക്ക് നിന്റെ പേര് ഞാൻ വെളിപ്പെടുത്തി. അവർ നിന്റേതായിരുന്നു. നീ അവരെ എനിക്ക് നൽകി. അവർ നിന്റെ വചനം പാലിക്കുകയും ചെയ്തു. നീ എനിക്ക് നൽകിയതെല്ലാം നിന്നിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ നീ എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും നീ എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല. നീ എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ എഴുതിയ യേശുവയുടെ സുവിശേഷം 17 അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ലോകം എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ശത്രുവാണ്. എന്തെന്നാൽ സാത്താനാണ് ഈ ലോകത്തിൻ്റെ നാഥൻ. യേശുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 15 അധ്യായം 18-19 വാക്യങ്ങൾ. ലോകമെന്നത് സാത്താൻ്റേതായതുകൊണ്ട് തന്നെ ലോകത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത് സാത്താനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സാത്താനും അവൻ്റെ സംവിധാനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനല്ല ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ പിടിയിൽ നിന്ന്, അതായത് സാത്താൻ്റെ പിടിയിൽ നിന്ന് വിടിവിക്കപ്പെട്ടവരാണ് യേശുവായ്ക്കുള്ളവർ. ലോകത്തിൽ നിന്ന് തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്ന് യേശുവ പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്.
അതിനാൽ തന്നെ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നവർ ആര് തന്നെയായിരുന്നാലും അവരാരും ദൈവത്തിൽ നിന്നുള്ളവരല്ല. ലോകം മുഴുവനോടും കരുണ കാണിക്കണം എന്ന് യാചിക്കുന്ന കരുണക്കൊന്തയെയും അതിൻ്റെ ഉപജ്ഞാതാവായ ഫൗസ്റ്റീനയെയും മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ പ്രചാരകരെയും നയിക്കുന്നത് ഏതാത്മാവാണെന്ന് വിവേചിക്കേണ്ടത് ഇവിടെയാണ്. വചനവിരുദ്ധമായ ഇത്തരം പ്രാർത്ഥനകളുടെ എല്ലാം പിന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെ അപ്രസക്തമാക്കുകയും വിസ്മൃതിയിലാക്കുകയും ചെയ്യുക എന്നതാണ്. വചനവിരുദ്ധമായ പ്രാർത്ഥനകൾ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള കുറുക്കുവഴിയായാണ് വിശുദ്ധരെ ഇവർ പ്രഖ്യാപിക്കുന്നത്. വിശുദ്ധരുടേത് എന്ന പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളും പ്രാർത്ഥനകളും പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. അതുപോലെ തന്നെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്ത പരമാവധി ഇല്ലാതാക്കുകയെന്ന കൗശലം വിശുദ്ധരെ പ്രഖ്യാപിക്കുന്ന അഭ്യാസത്തിന് പിന്നിലുണ്ട്. ഒരു വചനത്തിൻ്റെ പോലും പിന്തുണ ഈ പ്രഖ്യാപനത്തിനില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വിശുദ്ധരെ പ്രഖ്യാപിക്കുകയും അവരുടെ എല്ലാം പേരിൽ നവനാൾ പ്രാർത്ഥനകൾ ഉണ്ടാക്കി വിശ്വാസികൾക്ക് നൽകുകയും ചെയ്യുന്നതിനെ ആരും നിഷ്കളങ്കമായി കാണരുത്. എന്തെന്നാൽ ഇതിൻ്റെ പിന്നിലുള്ളത് യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന പൈശാചിക അജണ്ടയാണ്. പുരാതന ഇസ്രായേൽക്കാർക്ക് ആരാധിക്കാൻ വിഗ്രഹം നിർമ്മിച്ചു നൽകിയ അഹ്റോനെ പോലെ ക്രൈസ്തവ സമൂഹത്തിന് വിഗ്രഹം നിർമ്മിച്ചു നൽകുന്ന പ്രവൃത്തിയാണ് വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിലൂടെ ക്രൈസ്തവ ആചാര്യന്മാർ ചെയ്യുന്നത്. ഓരോ ക്രിസ്ത്യാനിയും എങ്ങനെയായിരിക്കണമെന്ന് യേശുവ നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. ഈ ഉപദേശം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നൽകുമെന്നത് യേശുവയുടെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം നിറവേറുന്നതിന് വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും പ്രാർത്ഥിക്കേണ്ടത്. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഘടന പരിശോധിച്ചാൽ അത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും സ്ഥാപിതമാകുന്നതിന് വേണ്ടിയുള്ള യാചനയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു പ്രാർത്ഥന യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ സത്യം ആരെക്കാളും കൃത്യമായി സാത്താൻ അറിയാം. അതിനാലാണ് ഈ പ്രാർത്ഥനയെ അപ്രസക്തമാക്കാൻ അവൻ കിണഞ്ഞ് ശ്രമിക്കുന്നത്. ക്രൈസ്തവ സമൂഹങ്ങളിലെ ആചാര്യ വേഷധാരികളിലൂടെ അവൻ തൻ്റെ ഇംഗിതം നടപ്പാക്കുന്നു. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യത്തോടെ കത്തോലിക്ക സമൂഹം പരിഗണിക്കുന്നത് മരിയൻ പ്രാർത്ഥനകൾ ആണെന്നത് നാം വിസ്മരിക്കരുത്. ജപമാലയിലെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് നൽകുന്ന പരിഗണനയും നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയ്ക്ക് നൽകുന്ന പരിഗണനയും താരതമ്യം ചെയ്താൽ സാത്താൻ്റെ കൗശലം വ്യക്തമാകും. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയെ പ്രധാന പ്രാർത്ഥനയായി പരിഗണിക്കുന്നവർ യഥാർത്ഥത്തിൽ യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ശക്തിയും അനിവാര്യതയും തിരിച്ചറിയാത്തവരാണ്. ആയതിനാൽ ഈ അവസാന നാളുകളിലെങ്കിലും യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം വ്യക്തതയോടെ ഗ്രഹിക്കുവാനും അങ്ങനെ വ്യർത്ഥമായ മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് വിരമിച്ച് യഥാർത്ഥ പ്രാർത്ഥനയെ നെഞ്ചോട് ചേർക്കുവാനും നമുക്ക് പരിശീലിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് യേശുവ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ പേര് വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിൻ്റേതാകുന്നു. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഒരു ക്രിസ്ത്യാനിയുടെ മുൻപിലെ പ്രഥമ പരിഗണന
ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നതാണെന്ന് യേശുവ ഉപദേശിച്ചിട്ടുണ്ട്. ഈ ഉപദേശത്തെ ഓർമ്മപ്പെടുത്തുന്നതും ഉറപ്പിക്കുന്നതുമാണ് ക്രിസ്ത്യാനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയിലെ നിയോഗങ്ങൾ. ആദ്യത്തെ 3 നിയോഗങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകും. ആ നിയോഗങ്ങൾ ഇവയാണ്: സ്വർഗസ്ഥനായ പിതാവിൻ്റെ പേര് വിശുദ്ധീകരിക്കപ്പെടണം, ദൈവത്തിൻ്റെ രാജ്യം വരണം, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഈ 3 നിയോഗങ്ങളിൽ ഓരോ നിയോഗവും വ്യക്തതയോടെ പഠിക്കുക എന്നത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ദൈവത്തിൻ്റെ പേര് വിശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിൻ്റെ പേര് വിശുദ്ധീകരിക്കപ്പെടണം എന്നതാണ് യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യ നിയോഗം. ദൈവത്തിൻ്റെ പേര് വിശുദ്ധീകരിക്കപ്പെടേണ്ടി വരുന്നത് ആ പേര് അശുദ്ധമാകുമ്പോഴാണ്. ദൈവം തൻ്റെ പേര് ഇസ്രായേലിന് വെളിപ്പെടുത്തിയപ്പോൾ അത് പരിശുദ്ധമായിരുന്നു. യേശുവ തൻ്റെ ശിഷ്യന്മാരെ ഈ പ്രാർത്ഥന പഠിപ്പിച്ച കാലത്തും ദൈവത്തിൻ്റെ പേര് അശുദ്ധമാക്കപ്പെട്ടിരുന്നില്ല. യേശുവയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് കന്യകാമറിയം ദൈവത്തെ പ്രകീർത്തിച്ചത് ഇപ്രകാരമായിരുന്നു: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവൻ്റെ പേര് പരിശുദ്ധമാണ്. ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. ദാവീദിൻ്റെ സങ്കീർത്തനം നോക്കുക: എൻ്റെ ആത്മാവെ യാഹ്വയെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവൻ്റെ പരിശുദ്ധമായ പേരിനെ പുകഴ്ത്തുക. സങ്കീർത്തനങ്ങൾ 103-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്തിൻ്റെ പേര് അതിൽ തന്നെ പരിശുദ്ധമാണ്. എന്നാൽ ഈ പേര് അശുദ്ധമാകുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് ദൈവം തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പല കാരണങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ പേര് അശുദ്ധമാകാം. ക്രൈസ്തവർ ദുർമാർഗികളാകുമ്പോൾ അശുദ്ധമാകുന്നത് ക്രിസ്തുവിൻ്റെ പേരാണ്. എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ പേരാണ് ഒരു ക്രിസ്ത്യാനി ധരിച്ചിരിക്കുന്നത്. പുരാതന ഇസ്രായേലിനെ പോലെ തന്നെ ആധുനിക ഇസ്രായേലും ദൈവത്തിൻ്റെ പേര് വഹിക്കുന്നു. പുരാതന ഇസ്രായേലിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: യാഹ്വയുടെ പേര് നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിയമഗ്രന്ഥം 28-ാം അധ്യായം 10-ാം വാക്യം. പുരാതന ഇസ്രായേൽ വഹിച്ചത് യാഹ്വേ എന്ന പേരാണെങ്കിൽ ആധുനിക ഇസ്രായേൽ വഹിക്കുന്നത് യാഹ്വേ എന്ന പേരിൻ്റെ പൂർണ്ണ രൂപമാണ്. യാഹ്വേ എന്ന പേരിൻ്റെ പൂർണ്ണതയാണ് യേശുവ. ഈ പേര് വഹിച്ചുകൊണ്ട് ആരെങ്കിലും ദുർമാർഗിയായി ജീവിക്കുമ്പോൾ അശുദ്ധമാകുന്നത് ഈ പേരാണ്. അതായത് വചനവിരുദ്ധവും മാതൃകാപരമല്ലാത്തതുമായ ജീവിതം നയിക്കുന്നതിലൂടെ ഒരു ക്രിസ്ത്യൻ പേരുധാരി ക്രിസ്തുവിൻ്റെ പേര് അശുദ്ധമാക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പേര് ദുരുപയോഗിക്കുമ്പോഴും അത് അശുദ്ധമാകും. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പേരിൻ്റെ ദുരുപയോഗം കൽപ്പനയിലൂടെ വിലക്കിയിരിക്കുന്നത്. 2-ാം പ്രമാണം ശ്രദ്ധിക്കുക: നിന്റെ ദൈവമായ യാഹ്വയുടെ പേര് വൃഥാ ഉപയോഗിക്കരുത്. തൻ്റെ പേര് വൃഥാ ഉപയോഗിക്കുന്നവനെ യാഹ്വേ ശിക്ഷിക്കാതെ വിടുകയില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം. തൻ്റെ പേര് അശുദ്ധമാക്കുന്നതിനെ ദൈവം ഗൗരവത്തോടെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ പേര് അശുദ്ധമാകുന്ന മറ്റൊരു സാഹചര്യം നോക്കുക: എങ്കിലും ആരുടെ ഇടയിൽ അവർ കഴിഞ്ഞുകൂടിയോ, ആരുടെ മധ്യത്തിൽ വച്ച് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്നെ തന്നെ വെളിപ്പെടുത്തിയോ, ആ ജനതയുടെ മുമ്പിൽ എൻ്റെ പേര് അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തൻ്റെ ജനത്തോട് ചേർന്ന് നിൽക്കുന്നത് അവർ നിയമങ്ങളിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. വിഗ്രഹങ്ങളുടെ സാന്നിധ്യം അവരുടെ ഇടയിൽ ഉണ്ടായാൽ ദൈവത്തിന് അവരോടൊപ്പം വസിക്കാനോ അവരെ സഹായിക്കാനോ സാധിക്കില്ല. ഇത്തരം അവസരങ്ങളിൽ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ അവരെ കീഴടക്കി നശിപ്പിക്കാൻ സാധിക്കും. പുരാതന ഇസ്രായേലിൻ്റെ തകർച്ചകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് ഇസ്രായേൽ നശിപ്പിക്കപ്പെടുന്നതെങ്കിലും
അശുദ്ധമാക്കപ്പെടുന്നത് അവരുടെ ദൈവത്തിൻ്റെ പേരാണെന്നത് നാം വിസ്മരിക്കരുത്. എന്തെന്നാൽ യാഹുവയുടെ ജനം നശിപ്പിക്കപ്പെട്ടുവെന്ന് മറ്റു മനുഷ്യർ പറയും. തിന്മ പ്രവർത്തിച്ച് തന്നിൽ നിന്ന് തൻ്റെ ജനം അകന്നു പോയാലും അവരെ വീണ്ടെടുക്കാൻ ദൈവം തയ്യാറാകുന്നതിൻ്റെ ഒരു കാരണം തൻ്റെ പേരിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ്. എസെക്കിയേലിൻ്റെ മറ്റൊരു പ്രവചനം ശ്രദ്ധിക്കുക. എന്നാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ പേര് അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു. എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായം 14-ാം വാക്യം. ദൈവജനത്തിൻ്റെ ദുഷ്കൃത്യങ്ങളാണ് ദൈവത്തിൻ്റെ പേര് അശുദ്ധമാക്കുന്നത്. ദൈവത്തിൻ്റെ പേരിൽ കള്ളസത്യം ചെയ്യുമ്പോഴും അവൻ്റെ പേര് അശുദ്ധമാകും. ഈ മുന്നറിയിപ്പ് നോക്കുക. എൻ്റെ പേരിൽ കള്ളസത്യം ചെയ്യരുത്. നിങ്ങളുടെ ദൈവത്തിൻ്റെ പേര് അശുദ്ധമാക്കുകയും അരുത്. ഞാനാണ് യാഹുവേ. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യം. യാഹുവയുടെ പേരിൽ കള്ളസത്യം ചെയ്യുകയെന്നാൽ ആ പേര് ദുരുപയോഗിക്കലാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പേരിൽ എടുക്കുന്ന പ്രതിജ്ഞകൾ നിറവേറ്റാതിരിക്കുന്നതിലൂടെയും ആ പേര് കളങ്കപ്പെടും. ഈ വചനം ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾ മനസ്സുമാറ്റി നിങ്ങൾ സ്വതന്ത്രരാക്കിയ ദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എൻ്റെ പേരിന് കളങ്കം വരുത്തി. യിരെമ്യാവിൻ്റെ പ്രവചനം 34-ാം അധ്യായം 16-ാം വാക്യം. ദൈവത്തിൻ്റെ പേര് അശുദ്ധമാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ചിലതാണ് നാം ഇവിടെ മനസ്സിലാക്കിയത്. എന്നാൽ ദൈവത്തിൻ്റെ പേരിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും താന്തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ദൈവത്തിൻ്റെ പേര് ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ യഥാർത്ഥ പേര് ഏതാണെന്ന് പോലും ഇന്നത്തെ ക്രൈസ്തവർക്ക് അറിയില്ല. സർവ്വതലമുറകളും ഈ പേരിനാൽ തന്നെ സ്മരിക്കണം എന്ന കൽപ്പനയോടെ ദൈവം പ്രഖ്യാപിച്ച പേര് ഇന്ന് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനേക്കാളെല്ലാം വലിയൊരു പാതകം ദൈവത്തിൻ്റെ പേരിനോട് ക്രൈസ്തവ സമൂഹം ചെയ്തു എന്നതാണ് നാം തിരിച്ചറിയേണ്ട യഥാർത്ഥ സത്യം. അതായത് ദൈവത്തിൻ്റെ പേരിനോടൊപ്പം ദൈവത്തെ തന്നെ അവർ മാറ്റി. ഇന്ന് ക്രൈസ്തവർ വിളിച്ചപേക്ഷിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തെയോ ഈ ദൈവത്തിൻ്റെ പേരോ അല്ല. ഇതാണ് ദൈവത്തിനെതിരെയും ദൈവത്തിൻ്റെ പേരിനെതിരെയും നടത്തിയ ഏറ്റവും വലിയ യുദ്ധം. ദൈവത്തിൻ്റെ പേരും ദൈവത്തെ തന്നെയും മാറ്റുന്നതിലൂടെ സംഭവിക്കുന്നതും അവൻ്റെ പേര് അശുദ്ധമാക്കലാണ്. ദൈവത്തെ മാറ്റി തൽസ്ഥാനത്ത് വ്യാജ ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ സത്യദൈവത്തിൻ്റെ പേര് അശുദ്ധമാക്കപ്പെടുന്നു. അതായത് സത്യദൈവത്തെ മാറ്റി പകരം വ്യാജദൈവത്തെ പ്രതിഷ്ഠിക്കുകയും ഈ വ്യാജദൈവമാണ് സത്യദൈവം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ദുഷിക്കപ്പെടുന്നത് സത്യദൈവവും സത്യദൈവത്തിൻ്റെ പേരുമാണ്. ദൈവത്തിൻ്റെ പേര് അശുദ്ധമാക്കുന്ന മറ്റൊരു രീതിയാണിത്. ഇത് സംഭവിക്കുമെന്ന് പ്രവാചകനായ യിരെമ്യാവ് വഴി ദൈവം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ജനത തങ്ങളുടെ ദൈവങ്ങളെ മാറിയിട്ടുണ്ടോ? അവ വ്യാജ ദൈവങ്ങളായിരുന്നെങ്കിൽ തന്നെ. എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യം. യിരെമ്യാവിൻ്റെ ഈ പ്രവചനം പൂർത്തിയായത് നിക്യാ സൂനോദോസിലാണ്. പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഏകസത്യദൈവത്തെ മാറ്റുകയും വ്യാജദൈവത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വ്യർത്ഥതയ്ക്ക് വേണ്ടിയാണ് അവർ സത്യദൈവത്തെ മാറിയത്. നിക്യാ സൂനോദോസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കോൺസ്റ്റന്റൈൻ വിളിച്ചു ചേർത്ത നിക്യാ സൂനോദോസിൽ നടന്നത് ഒരു ആൾമാറാട്ടമായിരുന്നു. യേശുവായ്ക്ക് പകരം കോൺസ്റ്റന്റൈനും അവൻ്റെ പിതാക്കന്മാരും സേവിച്ചിരുന്ന സിയൂസിൻ്റെ പുത്രനെ പ്രതിഷ്ഠിച്ചതാണ് ആ ആൾമാറാട്ടം. സിയൂസിൻ്റെ പുത്രനായ അപ്പൊളോണിയോസിനെയാണ് വാഴ്ത്തപ്പെട്ട സിയൂസ് എന്നർത്ഥമുള്ള ഈ സിയൂസ് എന്ന പേരിൽ കോൺസ്റ്റന്റൈൻ പ്രതിഷ്ഠിച്ചത്. ഇത് ഗ്രീക്കുകാരുടെ എക്കാലത്തെയും പൊതുശൈലിയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും രാജ്യങ്ങളെ പിടിച്ചടക്കിയാൽ
ആ രാജ്യത്തുള്ള ആരാധനാലയങ്ങളിൽ തങ്ങളുടെ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നതും തങ്ങൾ അടിമകളാക്കിയ ജനങ്ങൾക്ക് തങ്ങളുടെ ദൈവങ്ങളുടെ പേരുകൾ നൽകുന്നതുമാണ് ഗ്രീക്കുകാരുടെ ശൈലി. ഇതിന് ബൈബിളിൽ തെളിവുകളുണ്ട്. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. യെരുശലേം ദൈവാലയത്തെ അശുദ്ധമാക്കി. അതിനെ ഒളിമ്പസിലെ സിയൂസിൻ്റെ ക്ഷേത്രമെന്നും ഗെരിസീം ദൈവാലയത്തെ തദ്ദേശീയരെ അനുകരിച്ച് വിദേശികളുടെ സംരക്ഷകനായ സിയൂസിൻ്റെ ക്ഷേത്രമെന്നും വിളിക്കാൻ നിർബന്ധിക്കണമെന്നും രാജാവ് അവനോട് നിർദ്ദേശിച്ചു. മക്കബായരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. ഇസ്രായേലിൽ പൈശാചികത സ്ഥാപിക്കാൻ ഗ്രീക്കുകാർ ശ്രമം നടത്തിയെന്നതിൻ്റെ തെളിവാണിത്. സത്യദൈവത്തിൻ്റെ പേര് നീക്കം ചെയ്യാനും അതുവഴി ഇസ്രായേലിനെ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുക എന്നതുമായിരുന്നു ഗ്രീക്കുകാരുടെ ലക്ഷ്യം. അവരുടെ ഈ ലക്ഷ്യം പൂർണ്ണതയോടെ നിറവേറിയത് ആധുനിക ഇസ്രായേലായ ക്രൈസ്തവ സഭയിലാണ്. AD 313 ക്രൈസ്തവ സഭയുടെ നിയന്ത്രണം ഗ്രീക്കുകാർ ഏറ്റെടുത്തതോടെ സാത്താൻ്റെ ഇംഗിതം നടപ്പായി. യേശുവ എന്ന രക്ഷാകരമായ പേരിന് പകരം വാഴ്ത്തപ്പെട്ട സിയൂസ് എന്നർത്ഥമുള്ള ഈസിയൂസ് എന്ന പൈശാചിക പേര് പ്രതിഷ്ഠിക്കപ്പെട്ടു. ഈസിയൂസ് ആണ് പിന്നീട് ഈസൂസ് ആയത്. ഏകദൈവത്തെ മൂന്നാക്കിയതും ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ പടിപടിയായി വിഗ്രഹ സംസ്കാരത്തിലേക്ക് പരിവർത്തിതരാക്കിയതും ഗ്രീക്കുകാർ തന്നെയാണ്. അമാനുഷികമായ പ്രത്യേകത ആരിലെങ്കിലും കണ്ടാൽ അവരെ സിയൂസിൻ്റെ അവതാരമായി പരിഗണിച്ച് അവർക്ക് അവൻ്റെ പേര് നൽകുന്നതും ഗ്രീക്കുകാരുടെ രീതിയായിരുന്നു. യേശുവായ്ക്ക് പകരം ഈസൂസിനെ ക്രൈസ്തവ സമൂഹത്തിനു മേൽ കെട്ടിയേൽപ്പിക്കുന്നതിന് മുൻപ് ചില സുവിശേഷ പ്രസംഗകർക്ക് സിയൂസ് എന്ന പേര് ഗ്രീക്കുകാർ നൽകിയിട്ടുണ്ട്. ശൗലിൻ്റെ കൂടെ സുവിശേഷ ശുശ്രൂഷ ചെയ്തിരുന്ന ബാർണബായെ സിയൂസ് ആക്കാൻ ഗ്രീക്കുകാർ ശ്രമം നടത്തിയതായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിവരണം നോക്കുക. അവർ ബാർണബായെ സിയൂസ് എന്നും പൗലോസ് എന്നു കൂടി പേരുണ്ടായിരുന്ന ശൗൽ പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിൻ്റെ മുമ്പിലുള്ള സിയൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതറിഞ്ഞ് അപ്പസ്തോലന്മാരായ ബാർണബായും ശൗലും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായ ഈ ജീവിത രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അവനാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ബാർണബായും ശൗലും തടഞ്ഞ പൈശാചികതയെയാണ് പിന്നീട് ആരാലും തടയപ്പെടാതെ ക്രൈസ്തവ സമൂഹത്തിൽ കോൺസ്റ്റന്റൈൻ നടപ്പാക്കിയത്. സിയൂസിൻ്റെ മനുഷ്യാവതാരമാണ് മിശിയാഹ് എന്ന് കോൺസ്റ്റന്റൈൻ പ്രഖ്യാപിച്ചപ്പോൾ അത് തടയാൻ അന്ന് ആരും തയ്യാറായില്ല. മാത്രവുമല്ല, സിയൂസ് എന്ന സൂര്യദൈവത്തിൻ്റെ പുത്രനാണ് ഈ സിയൂസ് എന്ന് വിശ്വാസികളെ പഠിപ്പിക്കാനും തുടങ്ങി. ഈ സിയൂസ് പിന്നീട് ലോപിച്ച് ഈസൂസ് ആയി. 500 വർഷങ്ങൾക്ക് മുൻപ് ലാറ്റിൻ അക്ഷരമാലയിൽ ജെ എന്ന അക്ഷരം കൂട്ടിച്ചേർത്തതോടെ ഐ, വൈ എന്നീ അക്ഷരങ്ങളുടെ സ്ഥാനം ജെ അപഹരിച്ചു. അങ്ങനെ അന്നു മുതൽ ഈസൂസിനെ ഇംഗ്ലീഷുകാർ ജീസസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇന്നും ക്രൈസ്തവ സഭകൾ ഈ പൈശാചികമായ പേര് ചുമക്കുന്നു. ഇംഗ്ലീഷുകാർ ജീസസ് എന്നും ജർമ്മൻകാർ ജേസൂസ് എന്നും മലയാളികൾ യേശു എന്നും വിളിക്കുന്നത് ഈ ഈസൂസ് എന്ന സൂര്യപുത്രനെയാണ്. സൂര്യദൈവത്തെ ക്രൈസ്തവരുടെ ദൈവമാക്കിയതോടെ ആ വ്യാജ ദൈവത്തോടുള്ള ബഹുമാനാർത്ഥം ശബാത്ത് ആചരണം ഞായറാഴ്ചയാക്കി. നിക്യാ സുനോദോസിന് മുൻപ് ക്രൈസ്തവർ ശബാത്ത് ആചരിച്ചിരുന്നത് ശനിയാഴ്ചയായിരുന്നു. ആൾമാറാട്ടത്തിൻ്റെ വസ്തുനിഷ്ഠമായ തെളിവാണിത്. ഇരമിയാഹ് പ്രവചിച്ചത് ഈ ദുരന്തത്തെക്കുറിച്ചാണ്.
ആ പ്രവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഏതെങ്കിലും ജനത തങ്ങളുടെ ദൈവങ്ങളെ മാറിയിട്ടുണ്ടോ? അവ വ്യാജ ദൈവങ്ങളായിരുന്നെങ്കിൽ തന്നെ. എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യം. മുൻപ് നാം മനസ്സിലാക്കിയതുപോലെ ദൈവജനം തങ്ങളുടെ ദൈവത്തെ മാറ്റിയത് നിക്യാ സൂനോദോസിലാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് ഇന്നത്തെ ക്രൈസ്തവർ ജീവിക്കുന്നത്. മാത്രവുമല്ല, നിക്യാ സൂനോദോസിന് ശേഷം യേശുവ മിശിഹാവിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതും അവസാനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രൈസ്തവരെന്ന് അവകാശപ്പെടുന്ന ആരും അപ്പസ്തോലിക സഭയുടെ ഭാഗമല്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഭയാനകമായ മറ്റൊരു യാഥാർത്ഥ്യം. ഇവിടെയാണ് യെസക്കിയേൽ, സെഫാനിയാഹ് എന്നിവരുടെ പ്രവചനങ്ങളും യേശുവായുടെ പ്രഖ്യാപനവും നിറവേറുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. യെസക്കിയേലിൻ്റെ പ്രവചനം ഇതാണ്: എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധമായ പേര് ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ പരിശുദ്ധമായ പേര് ഇനി ഒരിക്കലും അശുദ്ധമാകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യാഹ്വേ എന്ന് ജനതകൾ അറിയും. നാഥനായ യാഹ്വേ അരുളിച്ചെയ്യുന്നു, ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. യെസക്കിയേൽ പ്രവചനം 39-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ മധ്യേ തൻ്റെ പരിശുദ്ധമായ പേര് വെളിപ്പെടുത്തുമെന്ന് യെസക്കിയേൽ പ്രവചിച്ചത് എന്തിനായിരുന്നു? യെസക്കിയേൽ ഇപ്രകാരം പ്രവചിക്കുന്നതിന് മുൻപ് തന്നെ മോശയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പേരായിരുന്നില്ലേ ദൈവത്തിൻ്റേത്? അതെ, യെസക്കിയേൽ പ്രവചിച്ച കാലത്ത് ഇസ്രായേൽക്കാർക്ക് അവരുടെ ദൈവത്തിൻ്റെ പേര് അറിയാമായിരുന്നു. എന്നാൽ ആധുനിക ഇസ്രായേൽ എന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അവരുടെ രക്ഷകൻ്റെ പേര് അറിയില്ല. പേര് മാത്രമല്ല, രക്ഷകനും നാഥനുമായ യേശുവയെ പോലും പൂർണ്ണമായി അറിയാത്തവരാണ് ആധുനിക ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ യെസക്കിയേൽ പ്രവചിച്ചത് കാലങ്ങൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. പ്രവചനത്തിൽ പറയുന്ന ആ ദിനമാണ് ഈ കാലഘട്ടം. അതായത് നിക്യാ സൂനോദോസിൽ നീക്കം ചെയ്യപ്പെട്ട യേശുവായെ അവൻ്റെ പേരിനോടൊപ്പം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് യെസക്കിയേൽ പ്രവചിച്ചത്. ദൈവത്തെ മാറുന്നതിനെക്കുറിച്ച് പ്രവചിച്ചത് യിരെമ്യാവാണെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രവചിച്ചത് യെസക്കിയേലാണ്. യിരെമ്യാവിൻ്റെ പ്രവചനം നിറവേറിയതിന് ശേഷം 1700 വർഷം പൂർത്തിയായ ഈ കാലഘട്ടത്തിലാണ് യെസക്കിയേലിൻ്റെ പ്രവചനം നിറവേറുന്നത്. രക്ഷകനായ ദൈവത്തിൻ്റേത് എന്ന ധാരണയിൽ ക്രൈസ്തവർ വിളിച്ചപേക്ഷിക്കുന്ന പേരുകളിൽ ഒന്നുപോലും ദൈവത്തിൻ്റെ യഥാർത്ഥ പേരല്ലെങ്കിൽ ആ പേരുകൾ ആരുടേതാണെന്ന് വ്യക്തതയോടെ നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മാത്രമേ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പേരുകളിലെ വ്യർത്ഥതയും പൈശാചികതയും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. രക്ഷകനായി മനുഷ്യാവതാരം നടത്തിയപ്പോഴാണ് യാഹ്വേ തൻ്റെ പേരിൻ്റെ പൂർണ്ണരൂപം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയതെന്ന് നമുക്കറിയാം. ഞാനാകുന്നു രക്ഷകൻ, അഥവാ ഞാൻ രക്ഷകനാകുന്നു എന്ന അർത്ഥമുള്ള യേശുവ എന്നതാണ് ദൈവത്തിൻ്റെ പേരിൻ്റെ പൂർണ്ണരൂപം. ഈ അർത്ഥമുള്ള ഏതെങ്കിലും പേര് യേശുവ എന്ന പേരിന് പകരമായി സ്വീകരിച്ച പേരുകളിലുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, പേര് പരിഷ്കരിക്കാൻ പാടില്ല എന്ന നിയമവും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് മറ്റൊരു കൗശലം നാം തിരിച്ചറിയേണ്ടത്. ആ കൗശലം തിരിച്ചറിയണമെങ്കിൽ AD 1524 മാത്രം സൃഷ്ടിക്കപ്പെട്ട ജീസസ് എന്ന പേര് ബൈബിളിൽ എങ്ങനെ കടന്നുകൂടിയെന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ സാത്താൻ്റെ ആ കൗശലം മറ നീക്കി പുറത്തു വരും. ജെ എന്ന അക്ഷരം ലാറ്റിൻ ലിപിയിൽ നിലവിൽ വന്നത് AD 1524 ആണ്. ഈ അക്ഷരം നിലവിൽ വന്നതോടെ Y, I എന്നീ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന വാക്കുകളിൽ ജെ എന്ന അക്ഷരം സ്ഥാനം പിടിച്ചു. അതായത് ജെ എന്ന അക്ഷരത്തിൻ്റെ വരവോടെ Y, I എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ചിരുന്നിടത്തെല്ലാം ജെ എന്ന അക്ഷരം മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെയാണ് യോസഫ് എന്ന പേര് ജോസഫ്
എന്നായത്. യാക്കോബും യെരുശലേമും മാത്രമല്ല, വൈ, ഐ എന്നീ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പേരുകളെല്ലാം AD 1524 പരിഷ്കരിക്കപ്പെട്ടു. അതായത് AD 1524 മുൻപ് ജീസസ് എന്ന പേരോ ജീസസിൻ്റെ അനുബന്ധ പേരുകളോ ഉണ്ടായിരുന്നില്ല. ജീസസ് എന്ന പേരുമായോ പേരിൻ്റെ ഉടമയുമായോ യേശുവായ്ക്ക് ഒരു ബന്ധവുമില്ല എന്ന സത്യം കൂടി നാം അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ ആരാണ് ജീസസ്? യേശുവ എന്ന പേരിന് എന്തു സംഭവിച്ചു? യേശുവ എന്ന പേരിന് എന്ത് സംഭവിച്ചുവെന്ന് ഇനിയാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. AD 1524 ജെ എന്ന അക്ഷരം ഉണ്ടാകുന്നതുവരെ ജീസസിൻ്റെ പേര് ഈസൂസ് എന്നായിരുന്നു. അതായത് 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജീസസ് ആയി മാറിയത് യേശുവ ആയിരുന്നില്ല, മറിച്ച് ഈസൂസ് ആയിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ യേശുവ അല്ല ജീസസ്. വാഴ്ത്തപ്പെട്ട സിയൂസ് എന്ന അർത്ഥമുള്ള ഈസൂസ് ആണ് 16-ാം നൂറ്റാണ്ടിൽ ജീസസ് ആയി മാറിയത്. ഗ്രീക്കുകാരുടെ പ്രധാന ദൈവമായ സൂര്യദൈവമാണ് സിയൂസ്. വാഴ്ത്തപ്പെട്ട സിയൂസ് എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദം ഈ സിയൂസ് ആണ്. ഇത് ചേർത്ത് വായിക്കുമ്പോൾ ഈസൂസ് ആകും. ഐ എന്ന അക്ഷരത്തിന് പകരം ജെ എന്ന അക്ഷരം ചേർത്തപ്പോൾ ഈസൂസ് ജീസസ് ആയി. ഗ്രീക്കുകാർ ഇപ്പോഴും വിളിക്കുന്നത് ഈസൂസ് എന്ന് തന്നെയാണ്. ഈ വ്യാജദൈവത്തെയാണ് ക്രൈസ്തവരുടെ തലയിൽ കോൺസ്റ്റന്റൈൻ കെട്ടിവെച്ചത്. ഇസ്ലാം മതക്കാർ ഈസ എന്നും കൽദായ സുറിയാനികൾ ഈശോ എന്നും വിളിക്കുന്നത് ഈ ഈസൂസിനെയാണ്. യേശു ഉണ്ടായത് എങ്ങനെയാണെന്ന് കൂടി ഇനി വെളിപ്പെടുത്താം. ജീസസ് ഉണ്ടായതുപോലെ AD 1524 തന്നെയാണ് യേശുവും ഉണ്ടായത്. യേശു കേരളത്തിൽ എത്തിയതാകട്ടെ പോർച്ചുഗീസുകാർ വഴിയാണ്. പോർച്ചുഗീസുകാർക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കുമ്പോൾ ആരാണ് യേശു എന്ന് കുറച്ചുകൂടി വ്യക്തമാകും. JESUS എന്നീ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രമാണ് ജീസസ് എന്ന് ഉച്ചരിക്കുന്നത്. ജർമ്മൻ, ലാറ്റിൻ, പോർച്ചുഗീസ് തുടങ്ങിയ ഒട്ടുമിക്ക യൂറോപ്യൻ ഭാഷകളിലും ഉച്ചരിക്കുന്നത് ജേസൂസ് എന്നാണ്. ജെ എന്ന അക്ഷരത്തിന് പാശ്ചാത്യർ യ എന്ന ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. അതായത് ജർമ്മൻകാരും പോർച്ചുഗീസുകാരും അടക്കമുള്ള ഭൂരിപക്ഷം പാശ്ചാത്യരും ഉച്ചരിക്കുന്നത് യേസൂസ് എന്നാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാരിൽ നിന്നുമാണ് യേസൂസ് എന്ന പേര് മലയാളികളുടെ ഇടയിൽ പ്രചരിക്കപ്പെട്ടതെങ്കിലും മലയാളികൾക്ക് യേശു എന്ന ഉച്ചാരണം ലഭിച്ചത് ഇറ്റാലിയൻ മിഷണറിമാരിൽ നിന്നായിരുന്നു. ഇറ്റാലിയൻ ഭാഷയിൽ ഈസൂസ് എന്ന പേരിൻ്റെ ഉച്ചാരണം ജേസു എന്നാണ്. ഗ്രീക്കുകാരുടെ സിയൂസിൻ്റെ വിവിധ ഭാഷകളിലുള്ള ഉച്ചാരണമാണ് ഇവിടെ നാം മനസ്സിലാക്കിയത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗ്രീക്കുകാർ ഇപ്പോഴും ഈസൂസ് എന്ന് തന്നെ വിളിക്കുന്നു. ഈസൂസ് ആരാണെന്നും ഗ്രീക്കുകാരുടെ അജണ്ട എന്താണെന്നും അറിയുമ്പോഴാണ് എത്രത്തോളം വലിയ കെണിയിലാണ് തങ്ങൾ അകപ്പെട്ടിരിക്കുന്നതെന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുകയുള്ളൂ. എന്നാൽ നാം ഇപ്പോൾ ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈസൂസ് എന്ന പേരിൻ്റെ അർത്ഥം വാഴ്ത്തപ്പെട്ട സിയൂസ് എന്നാണെന്നും ഈ സിയൂസ് എന്നത് ലോപിച്ചാണ് ഈസൂസ് ആയതെന്നും മാത്രമല്ല, ഗ്രീക്കുകാരുടെ അനേകം മ്ലേച്ഛ ദൈവങ്ങളിൽ പ്രധാനിയായ സൂര്യദൈവമാണ് സിയൂസ് എന്നും ഇപ്പോൾ നാം മനസ്സിലാക്കി. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാത്തവരാണ് ക്രൈസ്തവരിൽ അധികവും. പുരാതന ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ആരംഭിച്ച ആസൂത്രണമാണ് ആധുനിക ഇസ്രായേലിൻ്റെ മേൽ സാത്താൻ നടപ്പാക്കിയത്. 6 നൂറ്റാണ്ടിൻ്റെ നിതാന്ത പരിശ്രമത്തിനൊടുവിൽ കോൺസ്റ്റന്റൈനിലൂടെ അവൻ അത് നടപ്പാക്കി. അതാണ് കോൺസ്റ്റന്റൈൻ വിളിച്ചു ചേർത്ത നിക്യ സൂനോദോസിൽ നടപ്പാക്കപ്പെട്ടത്. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ നാം വായിച്ചത് ഈ ചരിത്രമാണ്.
BC 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാർ യെരുശലേം പിടിച്ചടക്കുകയും ശലോമോൻ പണി കഴിപ്പിച്ച ദൈവാലയത്തെ സിയൂസിൻ്റെ ക്ഷേത്രമായി പ്രഖ്യാപിക്കുകയും സിയൂസിൻ്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിഷ്ഠ ശാശ്വതമായി നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അത് സാധ്യമായത് നിക്യ സൂനകദോസിലാണ്. 12 വർഷം നീണ്ട ആസൂത്രണം അതിന് വേണ്ടി വന്നു. AD 313 മിലാൻ വിളംബരം മുതൽ AD 325 നടന്ന നിക്യ സൂനകദോസ് വരെയുള്ള 12 വർഷമാണ് ആസൂത്രണത്തിനായി കോൺസ്റ്റന്റൈൻ ചെലവഴിച്ചത്. ക്രൈസ്തവ സമൂഹത്തെ അവൻ തൻ്റെ വരുതിയിലാക്കിയത് മിലാൻ വിളംബരത്തിലൂടെ ആയിരുന്നുവെങ്കിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ യേശുവായെ അവൻ്റെ പേരിനോടൊപ്പം നീക്കം ചെയ്തത് നിക്യ സൂനകദോസിൽ ആയിരുന്നു. ആ പൈശാചിക പ്രതിഷ്ഠയുടെ 1700-ാം വാർഷികമാണ് ചില സമൂഹങ്ങൾ ഈ വർഷം കൊണ്ടാടുന്നത്. അതെ, 2025 ആയപ്പോൾ 1700 വർഷം പൂർത്തിയായി. നിക്യ സൂനകദോസിലൂടെ ക്രൈസ്തവ സമൂഹത്തിൽ നടത്തിയ പ്രതിഷ്ഠ 1700 വർഷം പിന്നിട്ട് ഇന്നും നിലനിൽക്കുന്നു. ഗുരുതരമായ ഈ പാതകത്തെക്കുറിച്ചാണ് ഇരമിയാഹ് പ്രവാചകൻ പ്രവചിച്ചത്. എന്നാൽ കഴിഞ്ഞ 1700 വർഷമായി മറച്ചുവയ്ക്കപ്പെട്ട പേര് ഈ അവസാന നാളുകളിൽ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും പ്രവചനമുണ്ട്. അതായത് 1700 വർഷമായി ഇന്നും നിലനിൽക്കുന്ന ഈസൂസിൻ്റെ പ്രതിഷ്ഠയും വെട്ടി വീഴ്ത്തപ്പെടും. യെസക്കിയേലും സെഫാനിയാഹും പ്രവചിച്ചത് ഈ സത്യമാണ്. യേശുവ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇക്കാര്യം തന്നെ. സെഫാനിയാഹിൻ്റെ പ്രവചനം നോക്കുക. യാഹുവയുടെ പേര് ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവന് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. സെഫാനിയാഹിൻ്റെ പ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം. മറ്റൊരു പ്രവചനം നോക്കുക. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയും ഉള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ യാഹുവയുടെ പേരിൽ അഭയം പ്രാപിക്കും. സെഫാനിയാഹിൻ്റെ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരും വിനയവും എളിമയും ഉള്ളവരും ദൈവത്തിൻ്റെ പേരിൽ അഭയം പ്രാപിക്കുന്നവരുമായ ഒരു ജനത്തെ യുഗാന്തകാലത്ത് അവശേഷിപ്പിക്കുമെന്നാണ് സെഫാനിയാഹ് പ്രവചിച്ചിരിക്കുന്നത്. യെസക്കേൽ പ്രവചിച്ചതാകട്ടെ ദൈവത്തിൻ്റെ വിശുദ്ധമായ പേര് ഇസ്രായേൽ ജനത്തിനിടയിൽ പ്രഖ്യാപിക്കും എന്നാണ്. യെസക്കേലിൻ്റെ പ്രവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധമായ പേര് ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ പരിശുദ്ധമായ പേര് ഇനിയൊരിക്കലും അശുദ്ധമാകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യാഹ്വേ എന്ന് ജനതകൾ അറിയും. നാഥനായ യാഹ്വേ അരുളി ചെയ്യുന്നു, ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. യെസക്കിയേൽ പ്രവചനം 39-ാം അധ്യായം 7-8 വാക്യങ്ങൾ. രക്ഷകനായ യേശുവായ്ക്ക് പകരം ഈസൂസിനെ പ്രതിഷ്ഠിച്ചതിലൂടെ അന്നുവരെ ക്രിസ്തീയമായിരുന്ന സഭ ക്രിസ്തീയമല്ലാതായി. ക്രിസ്തീയമല്ലാതായതോടെ യേശുവയുടെ പേരിലുള്ള സംരക്ഷണവും പിൻവലിക്കപ്പെട്ടു. യേശുവ എന്ന പേര് നീക്കം ചെയ്തതിലൂടെ വന്നു ഭവിച്ച ദുരന്തങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കഴിഞ്ഞ 1700 വർഷത്തിനിടയിൽ ജീവിച്ച് കടന്നുപോയ ആർക്കും യേശുവയുടെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് മറ്റൊരു ദുരന്തം. ഈ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാകണമെങ്കിൽ രക്ഷ പ്രാപിക്കാനുള്ള ഏക മാർഗത്തെക്കുറിച്ച് അറിയണം. അതുപോലെ തന്നെ അപ്പസ്തോലിക സഭയിൽ അംഗമാകാൻ ഒരുവനെ യോഗ്യനാക്കുന്നത് യേശുവ മിശിഹാകിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനമാണെന്ന് അറിയുകയും വേണം. അപ്പോൾ മാത്രമേ യേശുവ മിശിഹാകിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിർത്തലാക്കിയതിലൂടെ വന്നു ഭവിച്ച ദുരന്തത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞുപോയ 1700 വർഷക്കാലം നിഷേധിക്കപ്പെട്ട യഥാർത്ഥ ജ്ഞാനസ്നാനം മുൻകാല പ്രാബല്യത്തോടെ നൽകാനുള്ള അവസരവും ദൈവം ഒരുക്കിയിട്ടുണ്ട്.
മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനമാണത്. മരിച്ചുപോയവർക്ക് വേണ്ടിപ്പോലും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ദൈവം അവസരമൊരുക്കിയതിന് പിന്നിലെ കാരുണ്യവും ദീർഘവീക്ഷണവും നാം തിരിച്ചറിയണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ജ്ഞാനസ്നാനത്തെക്കുറിച്ചുള്ള സന്ദേശത്തിൽ വെളിപ്പെടുത്താം. കാരണം ഇവിടെ അത് വെളിപ്പെടുത്താൻ തുനിഞ്ഞാൽ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നാം വ്യതിചലിക്കും. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ നിയോഗങ്ങളെക്കുറിച്ചാണ്. യേശുവ എന്ന പേര് നീക്കം ചെയ്യപ്പെട്ടതോടെ വന്നു ഭവിച്ച ഒരു ദുരന്തം പാപമോചനത്തിലുള്ള ജ്ഞാനസ്നാനം തടയപ്പെട്ടതാണെങ്കിൽ സംരക്ഷണം നഷ്ടമായി എന്നതാണ് മറ്റൊരു ദുരന്തം. സത്യദൈവത്തിൻ്റെ പേരറിയുകയും ആ പേര് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന കാലത്തോളം ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് സാത്താനും അവനെ സേവിക്കുന്നവർക്കും നന്നായി അറിയാം. ദൈവജനം സംരക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പേരിനാലാണെന്ന് സ്ഥിരീകരിക്കുന്ന വചനം ശ്രദ്ധിക്കുക. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ പേര് അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനങ്ങൾ 91:14. രക്ഷ പ്രാപിക്കേണ്ടതിനായി വിളിച്ചപേക്ഷിക്കേണ്ടതും ഈ പേര് തന്നെയാണ്. ഈ വെളിപ്പെടുത്തൽ നോക്കുക. എന്തെന്നാൽ യേശുവയുടെ പേര് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:13 യാഹ്വേ തന്നെയാണ് യേശുവ എന്നും പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും വിളിക്കപ്പെടുന്നത് ഒരുവൻ തന്നെയാണെന്നും വ്യക്തമാക്കുന്ന പ്രവചനം ശ്രദ്ധിക്കുക. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ രാജപീഠത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ യാഹ്വയുടെ തീഷ്ണത ഇത് നിറവേറ്റും. യെശയ്യാഹിൻ്റെ പ്രവചനം 9:6-7 സർവശക്തനായ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയെല്ലാം വിളിക്കപ്പെടുന്നവനും ദാവീദിൻ്റെ രാജപീഠത്തിൽ ഭരണം നടത്താനിരിക്കുന്നവനും യേശുവായാണ്. ഈ ഏകദൈവത്തിൻ്റെ പേരാണ് ഒരു ക്രിസ്ത്യാനി ധരിക്കേണ്ടത്. യേശുവയുടെ പേരിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ അത് സാധ്യമാകും. എന്നാൽ നിക്യ സൂനകദോസിന് ശേഷം ആരും തന്നെ ഈ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെന്ന് വിളിക്കപ്പെടുന്നവരിൽ ആരും തന്നെ യേശുവയുടെ പേര് ധരിക്കുന്നില്ല. യേശുവ മശിയാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനമാണ് പാപമോചനം സാധ്യമാക്കുന്ന ഏക മാർഗമെന്ന് വ്യക്തമാക്കുന്ന പ്രഖ്യാപനം ശ്രദ്ധിക്കുക. കേഫ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുവ മശിയാഹിൻ്റെ പേരിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ യാഹ്വേ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 2:38-39 പാപമോചനത്തിനായുള്ള ഏക മാർഗമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു പേര് ഏതാണെന്ന് കൂടി ശ്രദ്ധിക്കുക. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശുവ. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു പേരും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 4:11-12 ആ പേര് യേശുവ മശിയാഹ് എന്നാണ്. എന്തെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൻ്റെ പേര് യേശുവ എന്നാണ്. ഈ പേരല്ലാതെ മറ്റൊരു പേരും രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല.
രക്ഷ പ്രാപിക്കാൻ വിളിച്ചപേക്ഷിക്കേണ്ടതും പാപമോചനത്തിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടതും ഈ പേരിൽ മാത്രമാണ്. യേശുവ മിശിഹാവിൻ്റെ പേരിൽ ഒരുവൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ആ പേര് അവൻ്റെ നെറ്റിയിൽ മുദ്രിതമാകുന്നു. ഇപ്രകാരം യേശുവയുടെ പേര് ധരിക്കുന്നവരെല്ലാം ആ പേരിൻ്റെ സംരക്ഷണയിലാണ്. ആ പേര് ധരിക്കാത്തവർക്ക് ആ പേരിൻ്റെ സംരക്ഷണം ലഭിക്കില്ല എന്നതാണ് ഭയാനകമായ മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സത്യദൈവത്തെയും സത്യദൈവത്തിൻ്റെ പേരിനെയും അവരിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് സാത്താനും അനുചരന്മാർക്കും അനിവാര്യമായിരുന്നു. കോൺസ്റ്റന്റൈനിലൂടെ സാത്താൻ അത് സാധ്യമാക്കി. യേശുവായ്ക്ക് പകരം ഈസൂസിനെ പ്രതിഷ്ഠിച്ചതിലൂടെ രക്ഷകനായ ദൈവത്തെയും രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക പേരുമാണ് നീക്കം ചെയ്യപ്പെട്ടത്. ഇരമിയാഹ് പ്രവചിച്ചത് ഇക്കാര്യത്തെക്കുറിച്ചാണ്. യേശുവ മിശിഹാവിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കി. രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു പേരിലല്ലാതെ മറ്റേത് പേരിലാണ് പാപമോചനത്തിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടത്? യേശുവ മിശിഹാവിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും പാപം മോചിക്കപ്പെടുമോ? യേശുവയുടെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ആർക്കെങ്കിലും അവൻ്റെ രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് യേശുവ മിശിഹാവ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത് യേശുവ എന്ന പേര് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പേരിൽ മാത്രമേ പാപമോചനം സാധ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ യേശുവയുടെ പേര് അറിയുകയും ഈ പേര് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഈ പേരിൻ്റെ സംരക്ഷണവും ലഭിക്കും. അങ്ങനെയെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടതും എടുത്തുമാറ്റപ്പെട്ടതുമായ ഈ പേര് പുനഃസ്ഥാപിക്കപ്പെടുക എന്നത് ഈ യുഗാന്തകാലത്തിൻ്റെ അനിവാര്യതയാണ്. അല്ലാത്ത പക്ഷം ഒരുവൻ പോലും ദൈവരാജ്യം കാണുകയില്ല. ഇവിടെയാണ് യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ കാലാതീത പ്രാധാന്യം ഉറപ്പിക്കപ്പെടുന്നത്. അതെ, രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന തൻ്റെ പേര് പുനഃസ്ഥാപിക്കണം എന്നതാണ് യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ നിയോഗം. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 നിയോഗങ്ങളിൽ ഒന്നാമത്തെ നിയോഗത്തെക്കുറിച്ചാണ് ഇവിടെ നാം മനസ്സിലാക്കിയത്. ദൈവത്തിൻ്റെ പേര് അശുദ്ധമാക്കപ്പെട്ടത് എങ്ങനെയാണെന്നും നാം മനസ്സിലാക്കി. ഇരമിയാഹ് പ്രവചിച്ചതുപോലെ രക്ഷകനായ ദൈവത്തെ തന്നെ മാറ്റിക്കൊണ്ടാണ് ആ പേര് അശുദ്ധമാക്കിയതെന്നും നാം കണ്ടു. ഇരമിയാഹിൻ്റെ പ്രവചനമാണ് നിക്യാ സൂനോദോസിൽ പൂർത്തിയാക്കപ്പെട്ടത്. ഇരമിയാഹ് പ്രവചിച്ച ദുരന്തം സംഭവിച്ചതിന് ശേഷം 17 നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. അതെ, 2025 ആ ദുരന്തത്തിൻ്റെ 1700-ാം വാർഷികം. എന്നാൽ നിക്യ സൂനോദോസിലൂടെ കോൺസ്റ്റന്റൈൻ വരുത്തിവെച്ച ഈ ദുരന്തം പരിഹരിക്കപ്പെടുമെന്ന് എസക്കിയേൽ, സെഫാനിയാഹ് എന്നീ പ്രവാചകന്മാരിലൂടെയും യേശുവ നേരിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് എസക്കിയേലിൻ്റെയും സെഫാനിയാഹിൻ്റെയും പ്രവചനങ്ങൾ നിറവേറാനും യേശുവായുടെ പ്രഖ്യാപനം നടപ്പാകാനുമുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ പ്രഥമ നിയോഗം. യേശുവ എന്ന പേര് മാത്രമല്ല, ഈ പേരിലുള്ള ജ്ഞാനസ്നാനവും പുനഃസ്ഥാപിക്കപ്പെടണം. എന്തെന്നാൽ യേശുവ എന്ന പേര് പുനഃസ്ഥാപിക്കുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനസ്നാനത്തെ പോലും പ്രതികൂലമായി ബാധിക്കും. ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ആരും ദൈവരാജ്യം അവകാശമാക്കുകയോ കാണുക പോലുമോ ഇല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും കൈയാളുന്ന യേശുവ തന്നെയാണ്. അതിനാൽ തന്നെ യേശുവ എന്ന പേര് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധുവായ ജ്ഞാനസ്നാനം സാധ്യമാകുകയുള്ളൂ. സർവാധികാരിയായ യേശുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ, സമയത്തിൻ്റെ അവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 28 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായവൻ്റെ പേര് എന്താണെന്ന് യെശയ്യാവ് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കേഫായ്ക്കും സഹ അപ്പസ്തോലന്മാർക്കും ആ പേരിൻ്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നുമില്ല. യെശയ്യാവിൻ്റെ പ്രവചനവും അപ്പസ്തോലനായ കേഫായുടെ പ്രഖ്യാപനവും നാം വായിച്ചതുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടതും നൽകേണ്ടതും ഏതു പേരിലാണെന്നുള്ള പ്രഖ്യാപനമാണ് അപ്പസ്തോലനായ കേഫ നടത്തിയത്. യേശുവായുടെ പേരിലുള്ള ജ്ഞാനസ്നാനത്തെ മാത്രമേ സ്വർഗം അംഗീകരിക്കുകയുള്ളൂ എന്ന് കേഫ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് യേശുവായുടെ പേരിലുള്ള ജ്ഞാനസ്നാനമാണ് ദൈവരാജ്യപ്രവേശം സാധ്യമാക്കുന്ന ഏക ജ്ഞാനസ്നാനം. ഈ സ്നാനം സ്വീകരിക്കാത്ത ആർക്കും യേശുവായുടെ സഭയിൽ അംഗമാകാൻ സാധിക്കില്ല. ജ്ഞാനസ്നാനത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരണം മറ്റൊരു സന്ദേശത്തിൽ നൽകേണ്ടതിനാൽ ഇവിടെ ഇത്രയും മാത്രമേ കുറിക്കുന്നുള്ളൂ. ഇന്ന് ഏതെങ്കിലും ക്രൈസ്തവ സമൂഹം യേശുവ എന്ന പേരിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതായി കണ്ടെത്താൻ സാധിക്കില്ല. എല്ലാവരും ഒന്നടങ്കം വ്യാജ ദൈവത്തെയും അതിൻ്റെ പേരുമാണ് വിളിച്ചപേക്ഷിക്കുന്നത്. എന്നാൽ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ ഒരുവൻ പോലും രക്ഷ പ്രാപിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബൈബിളിൽ ഉടനീളം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സത്യമാണിത്. പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ടതും യേശുവ നേരിട്ട് പ്രഖ്യാപിച്ചതുമായ സത്യമാണ് പേരിൻ്റെ പുനഃസ്ഥാപനം. അതെ, പ്രവാചകന്മാരും യേശുവായും ഒരേപോലെ പ്രഖ്യാപിച്ചത് രക്ഷയ്ക്കായി നൽകപ്പെട്ട പേരിൻ്റെ പുനഃസ്ഥാപനത്തെ സംബന്ധിച്ചാണ്. യേശുവായുടെ പ്രത്യാഗമനത്തിന് മുൻപ് ഈ പേര് പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് പ്രവാചകന്മാരും യേശുവായും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. യേശുവായുടെ പ്രഖ്യാപനം ഇതാണ്: നിന്റെ പേര് അവരെ ഞാൻ അറിയിച്ചു. നീ എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. യോഹന്നാൻ അറിയിച്ച യേശുവായുടെ സുവിശേഷം 17 അധ്യായം 26 വാക്യം. ഞാൻ ഇനിയും അത് അറിയിക്കും എന്നാണ് യേശുവ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ അറിയിച്ച പേര് എന്തിനാണ് വീണ്ടും അറിയിക്കുന്നത്? അറിഞ്ഞ പേര് മറന്നുപോയാൽ അത് വീണ്ടും അറിയിക്കണം. അതായത് താൻ അറിയിച്ച പേര് തൻ്റെ ജനത്തിൽ നിന്ന് മറയ്ക്കപ്പെടുകയും വീണ്ടും അത് വെളിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് യേശുവ ഇവിടെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. യെസക്കിയേൽ, സെഫാനിയാഹ് എന്നിവരുടെ പ്രവചനവും യേശുവായുടെ വാഗ്ദാനവുമാണ് മനോവയിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അതെ, യെസക്കിയേൽ പ്രവചിച്ച ആ ദിനം ഇതാണ്. രക്ഷകനായ ദൈവത്തിൻ്റെ പേര് പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള യെസക്കിയേലിൻ്റെ പ്രവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധമായ പേര് ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ പരിശുദ്ധമായ പേര് ഇനി ഒരിക്കലും അശുദ്ധമാകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യാഹ്വേ എന്ന് ജനതകൾ അറിയും. നാഥനായ യാഹ്വേ അരുളി ചെയ്യുന്നു, ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. യെസക്കിയേൽ പ്രവചനം 39 അധ്യായം 7-8 വാക്യങ്ങൾ. മനോവ പറയുന്നതും ആ ദിനത്തെക്കുറിച്ചാണ്. ഇതുവരെ നാം പരിശോധിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ ആദ്യത്തെ നിയോഗമാണ്.
പിതാവിൻ്റെ പേര് ശുദ്ധീകരിക്കപ്പെടുകയെന്നാൽ യേശുവ എന്ന പേര് പുനഃസ്ഥാപിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. വ്യാജമായത് നീക്കം ചെയ്ത് യഥാതഥമായത് പുനഃസ്ഥാപിക്കുമ്പോൾ എല്ലാം പൂർവസ്ഥിതിയിലാകും. പിന്നീട് ഒരിക്കലും തൻ്റെ പേര് അശുദ്ധമാക്കാൻ ആരെയും ദൈവം അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും പങ്കുവയ്ക്കുകയില്ല എന്ന യാഥാർത്ഥ്യവും ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കണം. ഈ പ്രവചനം ശ്രദ്ധിക്കുക. ഞാനാണ് യാഹ്വേ, അതാണ് എൻ്റെ പേര്. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. യെശയ്യാഹിൻ്റെ പ്രവചനം 42 അധ്യായം 8 വാക്യം. അതെ, തൻ്റെ പേര് ദുരുപയോഗിക്കുന്നവനെ ദൈവം വെറുതെ വിടുകയില്ല. യേശുവയുടെ രാജ്യം വരണം. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ 2ാമത്തെ നിയോഗമാണിത്. ഈ നിയോഗത്തിലൂടെ ഉണർത്തിക്കുന്നത് യേശുവയുടെ പ്രത്യാഗമനം ത്വരിതപ്പെടുത്തുകയും അവൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന യാചനയാണ്. പ്രഥമ നിയോഗത്തെ സംബന്ധിച്ച് നൽകിയതുപോലെ വിശാലമായ വിവരണം ഈ നിയോഗത്തിന് ആവശ്യമുള്ളതായി മനോവ കരുതുന്നില്ല. എന്തെന്നാൽ വളരെ വ്യക്തതയോടെ തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യമാണ് യേശുവയുടെ പ്രത്യാഗമനം. മാത്രവുമല്ല, യേശുവയുടെ പ്രത്യാഗമനം എന്നത് ക്രിസ്തീയതയിലെ വിശ്വാസ സത്യങ്ങളിൽ പ്രധാനപ്പെട്ടതുമാണ്. യേശുവയുടെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ അപ്പസ്തോലിക സഭയുടെ ഭാഗമായിരിക്കാൻ കഴിയുകയുള്ളൂ. എന്തെന്നാൽ അപ്പസ്തോലിക സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ടത് യേശുവയുടെ പ്രത്യാഗമനമാണ്. അപ്പസ്തോലന്മാർ തങ്ങളുടെ എല്ലാ ലേഖനങ്ങളിലും യേശുവയുടെ പ്രത്യാഗമനത്തെക്കുറിച്ച് പ്രബോധനം നൽകിയിട്ടുണ്ട്. അപ്പസ്തോലനായ ശൗലിൻ്റെ പ്രബോധനം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മിശിഹായും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 28 വാക്യം. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടതിനായി യേശുവ ഒരിക്കൽ ഈ ഭൂമിയിൽ വന്നത് പരിപൂർണ മനുഷ്യനായാണ്. ഇനി വരുന്നതാകട്ടെ ഇമ്മാനുവേൽ പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കും. അപ്പോഴാണ് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ഇമ്മാനുയേൽ എന്ന് അവൻ വിളിക്കപ്പെടുന്നത്. രക്ഷ പൂർണ്ണമാകുന്നതും അപ്പോൾ മാത്രമാണ്. എന്തെന്നാൽ ഒരിക്കൽ അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് പാപപരിഹാരാർത്ഥമായിരുന്നെങ്കിൽ ഇനി അവൻ വരുന്നത് അവനെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായാണ്. രക്ഷിക്കപ്പെട്ടവരെ യേശുവ തൻ്റെ രാജ്യത്ത് പ്രവേശിപ്പിക്കുകയും അവരോടൊത്ത് ഭൂമി മുഴുവൻ്റെയും രാജാവായി 1000 വർഷം അവൻ വാഴുകയും ചെയ്യും. ഈ ഭൂമിയിൽ യേശുവയുടെ രാജ്യം സ്ഥാപിക്കപ്പെടുമെന്നുള്ള ഒരു പ്രവചനം ശ്രദ്ധിക്കുക. യാഹ്വേ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴും. അന്ന് യാഹ്വേ ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അവന് ഒരു പേര് മാത്രവും. ശെക്രിയാഹിൻ്റെ പ്രവചനം 14 അധ്യായം 9 വാക്യം. ശെക്രിയാഹ് ഇത് പ്രവചിക്കുന്ന കാലത്ത് യേശുവ എന്ന പൂർണ്ണമായ പേര് ദൈവം വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ശെക്രിയാഹ് പ്രവചിച്ചത് യേശുവയെക്കുറിച്ചാണെന്ന് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലുകൾ ബൈബിളിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന 2 ദൂതന്മാരാണ് ഇത് വെളിപ്പെടുത്തിയത്. യേശുവയുടെ സ്വർഗാരോഹണം നോക്കി നിന്ന ശിഷ്യന്മാരോട് ദൈവദൂതന്മാർ പ്രഖ്യാപിച്ചത് ഇപ്രകാരമാണ്: അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലയക്കാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശുവ
സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 1 അധ്യായം 10-11 വാക്യങ്ങൾ. യേശുവ തിരിച്ചു വരുമെന്നുള്ളത് സ്വർഗത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തെയാണ് ഓരോ ക്രിസ്ത്യാനിയും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്നത്. അവൻ തിരിച്ചു വരുന്നത് ഭൂമി മുഴുവൻ്റെയും രാജാവായി ഭരണം നടത്താനാണ്. പോയതുപോലെ തന്നെ തിരിച്ചു വരണമെങ്കിൽ അത് ഒലിവ് മലയിൽ തന്നെയായിരിക്കും. എന്തെന്നാൽ യേശുവ സ്വർഗാരോഹണം ചെയ്തത് ഒലിവ് മലയിൽ നിന്നായിരുന്നു. ഈ ഒലിവ് മലയിൽ ഇറങ്ങി വരുന്നതിനെക്കുറിച്ചാണ് ശെക്കര്യാഹ് പ്രവചിച്ചത്. ശെക്കര്യാഹിൻ്റെ പ്രവചനം ഇതാണ്: ഇതാ യാഹ്വേയുടെ ദിനം, നിന്നിൽ നിന്ന് എടുത്ത മുതൽ നിന്റെ മുൻപിൽ വെച്ച് തന്നെ പങ്കുവെക്കുന്ന ദിനം വരുന്നു. ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി യെരുശലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. അവർ പട്ടണം പിടിച്ചെടുക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അവമാനിക്കുകയും ചെയ്യും. നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകും. എന്നാൽ ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ നിന്ന് വിച്ഛേദിക്കുകയില്ല. യാഹ്വേ പുറപ്പെട്ട് യുദ്ധദിനത്തിലെന്ന പോലെ ആ ജനതകളോട് പൊരുതും. യെരുശലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ അന്ന് അവൻ നിലയുറപ്പിക്കും. ശെക്കര്യാഹിൻ്റെ പ്രവചനം 14 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തിലും ശെക്കര്യാഹിൻ്റെ പ്രവചനത്തിലും മാത്രമല്ല ഈ പ്രഖ്യാപനം നാം വായിക്കുന്നത്. യോഹന്നാൻ്റെ വെളിപാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. പിന്നെ ഞാൻ കുറെ രാജപീഠങ്ങൾ കണ്ടു. അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു. കൂടാതെ യേശുവായ്ക്കും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം മിശിഹാവിനോടുകൂടെ വാഴുകയും ചെയ്തു. വെളിപാട് പുസ്തകം 20 അധ്യായം 4 വാക്യം. ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി യേശുവ ഭരിക്കുന്നത് 1000 വർഷമാണ്. അവൻ ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ഈ രാജ്യം സ്ഥാപിക്കപ്പെടണം എന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ 2ാമത്തെ നിയോഗം. ദൈവരാജ്യം സ്ഥാപിതമാകും എന്നത് യേശുവ പ്രഖ്യാപിച്ചിട്ടുള്ള സത്യമാണ്. അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം 9 അധ്യായം 1 വാക്യം. ദൈവരാജ്യം സമാഗതമാകുന്നത് കാണുന്നതുവരെ മരിക്കാത്തവരായ ചിലർ ആരൊക്കെയാണെന്നത് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. കാരണം ഇവിടെ ചർച്ച ചെയ്യുന്നത് യേശുവയുടെ പ്രത്യാഗമനത്തെക്കുറിച്ചും രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാ അപ്പസ്തോലന്മാരും പ്രാധാന്യത്തോടെ പ്രബോധനം നൽകിയിട്ടുള്ള വിഷയമാണ് യേശുവയുടെ പ്രത്യാഗമനം. വെളിപാടിൻ്റെ പുസ്തകം ഉപസംഹരിക്കുന്നത് തന്നെ യേശുവായെ വരണമേ എന്ന പ്രാർത്ഥനയോടെയാണ്. വെളിപാടിൽ അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. നാഥനായ യേശുവായെ വേഗം വരണമേ. വെളിപാടിൻ്റെ പുസ്തകം 22 അധ്യായം 20 വാക്യം. 2ാമത്തെ നിയോഗവുമായി ബന്ധപ്പെട്ട വിവരണം ഇവിടെ ഉപസംഹരിക്കുന്നു. ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് 3ാമത്തെ നിയോഗത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ 3ാമത്തെ നിയോഗമാണിത്. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്ന നിയോഗത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യക്തതയോടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് മോശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളിലാണ്.
തനിക്ക് ഇഷ്ടമുള്ളതും അനിഷ്ടകരമായുള്ളതും എന്തൊക്കെയാണെന്ന് ദൈവം ആ നിയമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൈവത്തിന് പ്രീതികരമായവ ചെയ്യാനും പ്രീതികരമല്ലാത്തവയിൽ നിന്ന് അകന്നിരിക്കാനും ആ നിയമങ്ങളിലൂടെ അവൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ മോശയിലൂടെ നൽകപ്പെട്ടതും യേശുവ സ്ഥിരീകരിച്ച് ഉറപ്പിച്ചതുമായ നിയമങ്ങൾ വ്യക്തതയോടെ പഠിച്ചാൽ മതി. യേശുവയുടെ രാജ്യം സമാഗതമാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമമായി സ്ഥാപിക്കപ്പെടുന്നത് മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളായിരിക്കും. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുന്നത്. താനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന കൽപ്പനയാണ് മോശയിലൂടെ ദൈവം നൽകിയ കൽപ്പനകളിൽ ഒന്നാമത്തേതെന്ന് നമുക്കറിയാം. തന്നെ മാത്രം ദൈവമായി പരിഗണിക്കുന്നതാണ് തനിക്ക് ഇഷ്ടമെന്ന് ഒന്നാമത്തെ കൽപ്പനയിലൂടെ യാഹ്വേ വെളിപ്പെടുത്തി. അതുപോലെ തന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെ സ്വീകരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും ഈ കൽപ്പനയിലൂടെ യാഹ്വേ വ്യക്തമാക്കിയിരിക്കുന്നു. കൽപ്പനകൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ഈ വിധത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടവും അനിഷ്ടവും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവൻ നിയമം മൂലം നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വിവേചിക്കാൻ നമുക്ക് സാധിക്കുന്നത് ദൈവിക നിയമങ്ങൾ ഗ്രഹിക്കുന്നതിലൂടെയാണ്. തൻ്റെ പേര് വൃഥ ഉപയോഗിക്കുന്നത് യാഹ്വേക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് കൽപ്പനകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ കൽപ്പനയാണിത്. മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പന നോക്കുക. നിന്റെ ദൈവമായ യാഹ്വേയുടെ പേര് വൃഥ ഉപയോഗിക്കരുത്. തൻ്റെ പേര് വൃഥ ഉപയോഗിക്കുന്നവനെ യാഹ്വേ ശിക്ഷിക്കാതെ വിടുകയില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം. തൻ്റെ പേര് അശുദ്ധമാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ തൻ്റെ പേരിന് മഹത്വം നൽകുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരുവൻ അവൻ്റെ പിതാവിനെയും മാതാവിനെയും ദുഷിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. വ്യഭിചാരം, കൊലപാതകം, മോഷണം എന്നിവയെല്ലാം ദൈവം വെറുക്കുന്നതുകൊണ്ടാണ് നിയമം മൂലം അവ നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നത്. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒന്നാണ് വിഗ്രഹാരാധന. ഒന്നാം പ്രമാണത്തോട് ചേർത്ത് വെച്ചാണ് ഇത് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കൽപ്പന ശ്രദ്ധിക്കുക. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ യാഹ്വേ. ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ യാഹ്വേ അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വിഗ്രഹാരാധനയെ വിഗ്രഹത്തോടൊപ്പം വെറുക്കുന്ന ദൈവമാണ് സത്യദൈവമായ യാഹ്വേ. അതുകൊണ്ട് തന്നെ ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ അവിടെ വിഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നത് ഇങ്ങനെയാണ്. യേശുവ ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി ഭരണം നടത്തുന്ന കാലയളവിൽ സാത്താൻ ബന്ധനത്തിലായിരിക്കുമെന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ നിയമനിഷേധത്തിന് പ്രേരിപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തെന്നാൽ സാത്താനാണ് നിയമനിഷേധി. ഈ പ്രബോധനം ശ്രദ്ധിക്കുക. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതിനാൽ
വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തെസലോനിക്കയിലെ സഭയ്ക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സാത്താൻ്റെ പ്രവർത്തനത്താലാണ് നിയമനിഷേധിയുടെ ആഗമനമെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യേശുവായുടെ ഭരണകാലത്ത് ഒരിക്കൽ പോലും സാത്താൻ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചിതനാവുകയില്ലെന്നാണ് ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയും ഉണ്ട്. അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ച് മുദ്രവെച്ചു. 1000 വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. സാത്താൻ്റെ പ്രവർത്തനമില്ലാത്തതുകൊണ്ട് നിയമനിഷേധത്തിലേക്ക് മനുഷ്യൻ നയിക്കപ്പെടുകയില്ല. അതിനാൽ തന്നെ യേശുവയുടെ ഭരണകാലത്ത് നിയമം സുസ്ഥിരമായിരിക്കും. യേശുവ രാജാവായി വാഴുന്ന രാജ്യത്ത് സ്ഥാപിതമാകുന്നത് മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളാകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ 3-ാമത്തെ നിയോഗം യാഥാർത്ഥ്യമാകുന്നത് അവൻ്റെ രാജ്യം സ്ഥാപിതമാകുമ്പോഴാണ്. അതായത് മോശയിലൂടെ നൽകപ്പെട്ട ദൈവിക നിയമങ്ങളായിരിക്കും യേശുവയുടെ രാജ്യത്തിൻ്റെ ഭരണഘടന. എന്നാൽ യേശുവയുടെ രാജ്യം സ്ഥാപിതമാകുന്നതിന് മുൻപ് തന്നെ ഈ നിയമങ്ങളിലേക്ക് ദൈവമക്കൾ നയിക്കപ്പെടുമെന്ന് മലാക്കി പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുവിൻ. യാഹ്വയുടെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയാഹിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. മലാക്കി പ്രവചനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും നയിക്കുമെന്ന് പറഞ്ഞാൽ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട നിയമങ്ങൾ ഈ തലമുറയിലേക്ക് പകരപ്പെടുമെന്നും ഈ തലമുറയെ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട നിയമങ്ങളിലേക്ക് പുനരാനയിക്കുമെന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ നാം പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ 3 നിയോഗങ്ങൾ അവ നൽകപ്പെട്ടിരിക്കുന്ന ക്രമത്തിലാണ് നിറവേറുന്നത്. പേരിൻ്റെ പുനഃസ്ഥാപനം, രാജ്യത്തിൻ്റെ സ്ഥാപനം, നിയമത്തിൻ്റെ പുനഃസ്ഥാപനം എന്നിങ്ങനെയാണ് ആ ക്രമം. അതെ, മോശയിലൂടെ നൽകപ്പെട്ട ദൈവിക നിയമങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം. യെസക്കിയേലും സെഫാനിയാകും പ്രവചിച്ചത് പേരിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചാണെങ്കിൽ ശെക്കര്യാഹ് പ്രവചിച്ചത് യേശുവയുടെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ വെളിപാടിലും ഇക്കാര്യം ആവർത്തിച്ചുകൊണ്ട് ഇണവചനവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മോശയുടെ നിയമങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് മലാക്കിയും പ്രവചിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ ഉയർത്തപ്പെടുന്ന 3 ആവശ്യങ്ങളെക്കുറിച്ചാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത്. ഈ പ്രാർത്ഥനയിലെ ആദ്യ ഭാഗത്തെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ശുശ്രൂഷയായും പരിഗണിക്കാൻ കഴിയും. എന്തെന്നാൽ ഈ 3 ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ രാജ്യവും നീതിയും സ്ഥാപിതമാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയുണ്ട്. അന്നന്ന് വേണ്ട അപ്പം തരണം. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് അവയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നത് ദൈവരാജ്യം സ്ഥാപിതമാകുന്നതുവരെ നിലനിൽക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളാണ്.
ഇതാണ് യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം. ആത്മീയവും ശാരീരികവുമായ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് ലഭ്യമാകുന്നതിനുള്ള പ്രാർത്ഥനയാണത്. ശാരീരികമായ ജീവൻ നിലനിർത്താൻ പ്രധാനപ്പെട്ടതാണ് അന്നന്ന് വേണ്ട അപ്പം. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് അന്നന്ന് വേണ്ട അപ്പം മാത്രമല്ല, ദൈനംദിന ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റിത്തരും. ദൈവരാജ്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതലായി ഒന്നും ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെന്നാൽ ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് അവൻ പ്രവേശിക്കാൻ പോകുന്നത്. യേശുവായുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ദൈവരാജ്യം പ്രത്യാശിക്കുന്ന ആത്മീയ മനുഷ്യൻ നാളെയെക്കുറിച്ച് ആകുലപ്പെടില്ല. ഈ ലോകത്ത് നിക്ഷേപം കരുതി വയ്ക്കാനായി നെട്ടോട്ടം ഓടുകയുമില്ല. നശ്വരമായ ഈ ലോകത്തിൽ പ്രത്യാശ വയ്ക്കുന്നത് വിജാതീയരാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ യേശുവായുടെ അനശ്വരമായ രാജ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് യഥാർത്ഥ ദൈവമക്കൾ. ഈ പ്രബോധനം ശ്രദ്ധിക്കുക. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഈ ലോകത്തിൻ്റെ നശ്വരമായതിനു വേണ്ടിയല്ല ക്രിസ്ത്യാനി അധ്വാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഒരുവൻ യേശുവായിൽ പ്രത്യാശ വയ്ക്കുന്നതും ഈ ലോകത്തിനു വേണ്ടിയല്ല. അപ്പസ്തോലനായ ശൗലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം മിശിഹായിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ ദയനീയരാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം വാക്യം. യേശുവായുടെ പ്രത്യാഗമനത്തെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ഒരുവന് ആവശ്യമായുള്ളത് അന്നന്ന് വേണ്ടുന്ന അപ്പം മാത്രമാണ്. പാപക്ഷമയും തിന്മയിൽ നിന്നുള്ള വിടുതലും. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ 5-ാമത്തെ ആവശ്യമാണിത്. ദൈവരാജ്യം സ്ഥാപിതമാകുന്നതുവരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അനിവാര്യമായ മറ്റൊന്നാണ് പാപക്ഷമ. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ നമ്മുടെ തെറ്റുകൾ നമ്മോടും ക്ഷമിക്കണമെന്നാണ് ദൈവത്തോട് നാം ഇവിടെ യാചിക്കുന്നത്. പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ നിയോഗത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. തികച്ചും വ്യക്തിപരമായ നിയോഗമാണ് ഇതെങ്കിൽ കൂടി ഈ നിയോഗത്തിനും 6-ാമത്തെ നിയോഗത്തിനും ആത്മീയമായ ഒരു തലം കൂടിയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെന്നാൽ ഈ നിയോഗങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ഇഹലോക ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയല്ല, മറിച്ച് ദൈവരാജ്യ പ്രവേശം സാധ്യമാകണമെന്ന ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥനയാണ്. പാപാവസ്ഥയിൽ അല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് ഒരുവന് യേശുവായുടെ സഭയിൽ അംഗമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യേശുവായുടെ രാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നത് അവൻ്റെ സഭയുടെ ഭാഗമായിരിക്കുന്നവർക്ക് മാത്രമാണ്. ഇവിടെയാണ് 5-ാമത്തെയും 6-ാമത്തെയും നിയോഗങ്ങളിലെ ആത്മീയ തലം ഗ്രഹിക്കേണ്ടത്.
യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ 5-ാമത്തെയും 6-ാമത്തെയും നിയോഗങ്ങളിൽ ദൈവരാജ്യത്തോടുള്ള അഭിവാഞ്ച ദർശിക്കാൻ കഴിയും. ദൈവരാജ്യം ലക്ഷ്യമാക്കിയുള്ള എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിന് പ്രീതികരവും സ്വീകാര്യവുമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ 5-ാമത്തെ നിയോഗം പാപക്ഷമയ്ക്കായുള്ളതാണെങ്കിൽ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതെ തിന്മയുടെ ശക്തിയിൽ നിന്ന് വിടുവിക്കണമെന്ന നിയോഗമാണ് 6-ാമതായി ഉയർത്തപ്പെടുന്നത്. മനുഷ്യനെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനാണ്. ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചതാണ് പ്രലോഭകന്റെ വിജയപരമ്പര. ഇന്നും അവൻ പ്രലോഭനങ്ങളുമായി മനുഷ്യൻ്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനിൽ നിന്ന് വിടുതൽ ലഭിക്കേണ്ടത് ദൈവരാജ്യ പ്രവേശത്തിന് അനിവാര്യമാണ്. സാത്താൻ തിന്മയാണെന്ന് നമുക്കറിയാം. തിന്മയിൽ നിന്നുള്ള വിടുതൽ എന്നത് സാത്താനിൽ നിന്നുള്ള വിടുതലാകുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ പ്രാർത്ഥനയെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ചിലരുണ്ട്. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ദൈവമായതുകൊണ്ടാണ് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് വിടുവിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നതെന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു. ഈ വാദത്തിന് പിന്നിൽ ഒന്നിലധികം കാരണങ്ങളുണ്ട്. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥന വിവർത്തനം ചെയ്തപ്പോൾ വന്ന പാളിച്ചയാണ് അതിൽ പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടവരും വിമർശനങ്ങളുമായി രംഗത്തിറങ്ങുന്നു. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് വിടുവിക്കണമേ എന്ന പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തുന്ന സാത്താൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ നൽകണമെന്നാണ്. തിന്മയാകുന്ന സാത്താൻ്റെ പിടിയിൽ ഒരുവൻ അകപ്പെടുമ്പോഴാണ് പ്രലോഭനങ്ങളിൽ അവൻ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ തിന്മയിൽ നിന്ന് വിടുതൽ നേടണം. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമാണെന്ന് യേശുവ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പസ്തോലന്മാരായ കേഫ, യാക്കോബ്, യോഹന്നാൻ എന്നിവരോടൊപ്പം ഗത്സമേനിയിൽ പ്രാർത്ഥിക്കുന്ന വേളയിലാണ് യേശുവ ഇക്കാര്യം വ്യക്തമാക്കിയത്. അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ കേഫായോട് ചോദിച്ചു, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 26-ാം അധ്യായം 40-41 വാക്യങ്ങൾ. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥന അനിവാര്യമാണെന്ന് വ്യക്തമാക്കുന്ന വചനമാണ് നാം ഇവിടെ വായിച്ചത്. പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. സാത്താൻ പ്രവർത്തന നിരതനായിരിക്കുന്ന കാലത്തോളം പ്രലോഭനങ്ങൾ ഉണ്ടാകും. യേശുവയുടെ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോഴാണ് സാത്താൻ ബന്ധിക്കപ്പെടുന്നത്. യേശുവ രാജാവായി വാഴുന്ന 1000 വർഷം അവൻ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ച് മുദ്രവെച്ചു. 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അതായത് സാത്താൻ ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് നമുക്ക് മുൻപിലുള്ള ഏക പോംവഴി. യേശുവായിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. മനുഷ്യനായി വന്ന യേശുവായെപ്പോലും പ്രലോഭനങ്ങളുമായി സാത്താൻ സമീപിച്ചിട്ടുണ്ടെന്ന് നാം മറക്കരുത്. യേശുവായുടെ മുൻപിൽ പ്രലോഭനങ്ങളുമായി സാത്താൻ വന്നത് എങ്ങനെയാണെന്ന് നോക്കുക. വീണ്ടും സാത്താൻ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച്
എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ. യേശുവായ്ക്ക് മുൻപിൽ പ്രലോഭനങ്ങളുമായി വന്ന സാത്താൻ നമ്മെ വെറുതെ വിടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പസ്തോലനായ കേഫായുടെ പ്രബോധനം ശ്രദ്ധിക്കുക. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. കേഫ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. സമചിത്തതയോടെ ഉണർന്നിരിക്കുക എന്നാൽ പ്രാർത്ഥനാ നിരതരായിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അരുളി ചെയ്ത യേശുവായുടെ വാക്കുകൾ ഇവിടെ ചേർത്ത് വെച്ച് പരിഗണിക്കണം. ഇവിടെയാണ് യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ കാലാതീത പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. അതെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ടി കൂടി യേശുവ നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ യേശുവായ്ക്കും അവൻ്റെ അനുയായികൾക്കും എതിരെ എന്നതുപോലെ ഈ പ്രാർത്ഥനയ്ക്കെതിരെയും എല്ലാ കാലത്തും സാത്താൻ നിലകൊള്ളുന്നു. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയെ അപ്രസക്തമാക്കാനായി വ്യർത്ഥവും വചനവിരുദ്ധവുമായ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ ക്രൈസ്തവ സമൂഹങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇക്കാര്യം നാം ഓർമ്മിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന സ്വർഗീയ പ്രാർത്ഥന എത്രത്തോളം പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് അറിയണമെങ്കിൽ കത്തോലിക്ക സമൂഹത്തിൻ്റെ ജപമാല ശ്രദ്ധിച്ചാൽ മതി. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുന്ന അനേകം പ്രാർത്ഥനാ ആഭാസങ്ങൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഇന്നുണ്ട്. ലൗകികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന വിജാതീയരെക്കാൾ അധപ്പതിച്ച അവസ്ഥയിൽ ക്രൈസ്തവ സമൂഹങ്ങൾ എത്തിച്ചേർന്നത് അവരെ നയിക്കുന്ന ആചാര്യന്മാരുടെ വഴിപിഴച്ച പ്രബോധനങ്ങൾ മൂലമാണ്. നൊവേനകളും കൃപാസനങ്ങളിലെ ഉടമ്പടികളും വഴി വിജാതീയവൽക്കരിക്കപ്പെട്ട തലമുറയാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം. ജീവജലത്തിൻ്റെ ഉറവയായ യേശുവായെ ഉപേക്ഷിക്കുകയും ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിക്കുകയും ചെയ്തു. കത്തോലിക്ക സമൂഹത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന വിശുദ്ധരും അവരുടെ പേരിൽ നടത്തപ്പെടുന്ന നവനാൾ പ്രാർത്ഥനകളുമാണ് ആ പൊട്ടക്കിണറുകൾ. യെശയ്യാവിൻ്റെ പ്രവചനം ശ്രദ്ധിക്കുക. ഞാനാണ് യാഹ്വേ, അതാണ് എൻ്റെ പേര്. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. യെശയ്യാവിൻ്റെ പ്രവചനം 42-ാം അധ്യായം 8-ാം വാക്യം. യേശുവായെ വേഗം വരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ലേഖനം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ഒരു കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. എന്തെന്നാൽ ജീവജലത്തിൻ്റെ ഉറവയായ യേശുവായിലേക്ക് മടങ്ങി വരാൻ ഇനിയും വൈകരുത്. അപ്പസ്തോലനായ ശൗലിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം മിശിഹായിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ ദയനീയരാണ്. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം വാക്യം. ഉടൻ സ്ഥാപിതമാകാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണ് മനോവ വിളംബരം ചെയ്യുന്നത്. ആയതിനാൽ ഈ യുഗത്തിൽ ദൈവം നടത്തുന്ന ക്രമീകരണങ്ങൾ കൃത്യതയോടെ അപ്പപ്പോൾ അറിയണമെങ്കിൽ മനോവയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും ഈ സന്ദേശം പങ്കുവയ്ക്കുക. ഉടൻ വരാനിരിക്കുന്ന യേശുവായുടെ പരിശുദ്ധമായ പേരിന് മഹത്വം.